CPIM പതാകയ്ക്ക് മുന്നിൽ ഉടലെടുത്ത നിലമ്പൂർ ചരിത്രം. നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം പ്രിയപ്പെട്ട കുഞ്ഞാലിയിലൂടെയായിരുന്നു ആ യാത്രയുടെ തുടക്കം. കുഞ്ഞാലി എന്ന ഏറനാടിന്റെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മണ്ഡലം എന്നതായിരുന്നു നിലമ്പൂരിന്റെ വിശേഷണം തന്നെ. 1965-ലും 67-ലും കുഞ്ഞാലിയാണ് നിലമ്പൂരിൽ MLA ആയത്. എന്നാൽ കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം മാറി മറിഞ്ഞു. ആ കൊലപാതകം ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. MLA ആയിരിക്കെയാണ് കുഞ്ഞാലി കൊല്ലപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കൊല്ലപ്പെട്ട MLA. ഏറനാട് രാഷ്ട്രീയ ചരിത്രത്തിൽ അന്നും ഇന്നും ധീരസ്മരണകൾ ഉയർത്തുന്ന ധീര പോരാളി തന്നെയായിരുന്നു അദ്ദേഹം. ആ മണ്ണ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് 1970-ലാണ്. അത് AP ഗംഗാധരന്റെ ജയത്തോടെയായിരുന്നു. കുഞ്ഞാലിയോട് സ്വന്തം നാട്ടിൽ തോറ്റതിന്റെ വിങ്ങൽ ആര്യാടൻ മുഹമ്മദ് മറന്നത് 1977-ലാണ്. അത് CPIMന്റെ സെയ്താലിക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ വീണ്ടും പരാജയപ്പെട്ടു. 1987 മുതൽ 2011 വരെ ആര്യാടൻ തന്നെയായിരുന്നു മണ്ഡലം പ്രസിഡന്റ്. 2011 ആയപ്പോൾ ആര്യാടന്റെ ഭൂരിപക്ഷം 1/3 താഴെയായി കുറഞ്ഞു. 5598 വോട്ടിനായിരുന്നു ജയം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയും മകൻ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തുകയും ചെയ്തു. അപ്പോഴായിരുന്നു PV അൻവറിന്റെയും കടന്നുവരവ്. ഇടതു പിന്തുണയുള്ള സ്വതന്ത്രനായിട്ടായിരുന്നു അൻവർ മത്സരിച്ചത്. അന്ന് ആ വിജയത്തിൽ നിന്ന് വ്യക്തമായിരുന്നു അത്ര കാലത്തോളം ആ മണ്ഡലത്തെ വലച്ച കോൺഗ്രസ് നീക്കങ്ങൾ. നിലമ്പൂരിനെ വളർത്തുക, പിണറായി സർക്കാരിന്റെ വികസനത്തിനൊപ്പം ചേർക്കുക എന്നതാണ് M സ്വരാജ് എന്ന നേതാവിലൂടെ ഇടതു സർക്കാർ അവിടെ ലക്ഷ്യം വെക്കുന്നത്. വന്യജീവി ശല്യവും ക്ഷേമ പെൻഷന്റെയും പൊള്ളയായ കണക്കുകളും പ്രശ്നങ്ങളും നിരത്തി സർക്കാരിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തുന്ന UDF. NDAക്കാണെങ്കിൽ തമാശയ്ക്ക് പോലും നിലമ്പൂർ നേടുമെന്ന് പറയാനാകുകയുമില്ല. വെറും 4% ആകെയുള്ള വോട്ട് വിഹിതം അവിടെ. ഇനി നിലമ്പൂർ UDF മണ്ഡലമാണെന്ന് പറയുന്നവരോട് ഉപതെരഞ്ഞെടുപ്പിൽ 1965, 67, 80 കൂടാതെ 1982, 2016, 2011 വർഷങ്ങളിൽ ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വന്നത്. സ്വരാജിന്റെ വിജയം അത് അവിടുത്തെ ഓരോ ജനങ്ങളുടെയും വികസനത്തിന്റെയും കൂടി മുന്നേറ്റമായിരിക്കുമെന്നത് ഉറപ്പാണ്.